ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 20 ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിൽ ഉണ്ടാകും. ഇപ്പം ചൊവ്വാഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. നമ്മുടെ ശാരീരിക ഊർജമൊക്കെ ഫിസിക്കൽ എനർജിയുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ്. വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്. അഗ്രസീവായിട്ടുള്ള ബിഹേവിയറിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ടും നമുക്ക് ചൊവ്വയെ കാണാം. ആ ചൊവ്വ ഇടവൻ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ധനസ്ഥാനമാണ്, 2ാം ഭാവരാശിയാണ്. അതുപോലെ കാലപുരുഷൻ്റെ വാക്സ്ഥാനമാണ്, കുടുംബസ്ഥാനമാണ്. അപ്പോൾ അവിടെയാണ് ആ ചൊവ്വ രാശി മാറുന്നത്. അപ്പോൾ ചൊവ്വ ഇടവൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പൊതുവെ നമ്മുടെ കാലമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ അത് കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ അത് കൈവരിക്കുന്നതിനുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പദ്ധതികളിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന സമയമായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമം പ്രത്യേകിച്ച് ചൊവ്വ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകാം. പ്രത്യേകിച്ച് ചൊവ്വ ഭൂമിയുടെ കാരകനും കൂടിയാണ്. അപ്പോൾ ഈ ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഈ ചൊവ്വ അതിൻ്റെ കാരകത്വമുള്ള ഗ്രഹമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ അതേസമയം നമുക്ക് ധനപരമായിട്ടുള്ള വിഷയത്തിൽ, പ്രോപ്പർട്ടി വിഷയത്തിൽ ചിലപ്പോൾ ഈ കാലപുരുഷൻ്റെ 2ാം ഭാവരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ധനഭാവവുമാണ്, പ്രത്യേകിച്ച് കുടുംബഭാവമൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ ധനസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ചൊവ്വ ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകാം. അപ്പോൾ അതിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അല്പം അച്ചടക്കം, അതുപോലെ ക്ഷമ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് ഗുണം ചെയ്യും. ഇപ്പോൾ ചൊവ്വയെ പറ്റി പറയുമ്പോൾ ചൊവ്വ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് 3 നക്ഷത്രങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് സൂര്യൻ്റെ നക്ഷത്രമായിട്ടുള്ള കാർത്തി നക്ഷത്രത്തിലാണ് ആദ്യം സഞ്ചരിക്കുന്നത്. ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂലൈ 4 വരെ ആ ചൊവ്വ കാർത്തി നക്ഷത്രത്തിൽ, സൂര്യൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കും. ജൂലൈ 4 മുതൽ ജൂലൈ 23 വരെയുള്ള സമയം ചൊവ്വ രോഹിണി നക്ഷത്രത്തിൽ, ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞ് ആഗസ്റ്റ് 2 വരെ, 23 മുതൽ ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 2 വരെയുള്ള സമയം ചൊവ്വ അത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകൈര നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഇടവൻ രാശിയിൽ ഈ 3 നക്ഷത്രങ്ങളിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും. ഇപ്പം ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, അതുപോലെ ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 4ാം ഭാവാധിപനാണ്, അതുപോലെ 9ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 4ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 20 10ാം ഭാവരാശിയിലേക്കാണ്, കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 4ഉം 9ഉം ഭാവാധിപനാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് ചൊവ്വ യോഗകാരകനാണ്, ഗുണം ചെയ്യുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ 10ലേക്കൊക്കെ ആ ചൊവ്വ വരുമ്പോൾ ചൊവ്വയ്ക്ക് ദിഗ്ബലമുള്ള സമയമാണ്. അപ്പം തൊഴിലിൽ, പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ആ ചൊവ്വ ബലവാനായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് പറയാം. അധികാര സ്ഥാനത്തൊക്കെ ശോഭിക്കാവുന്ന സമയമാണ്. ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്ത് ഇവരുടെ ഭാഗത്ത് വന്നു ചേരും.
തൊഴിൽ തലത്തിൽ ഭാഗ്യനേട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപൻ ഭാഗ്യത്തിൻ്റെ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ കർമ്മസ്ഥാനത്തൊക്കെ ചൊവ്വ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചൊവ്വ ഒരു ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരോടായാലും മേലുദ്യോഗസ്ഥരോടായാലും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അല്പം വിനയം ആവശ്യമായിട്ടുള്ള സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം കൂടും. ഇപ്പം 10ൽ ചൊവ്വ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ പൊതുവെ ഈ കുജൻ 4ാം ഭാവാധിപനാണ്. 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് കർമ്മസ്ഥാനത്ത് വരുന്നത്. അപ്പം 4ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ഗുണമാണ്. കേന്ദ്രഭാവാധിപനായിട്ടുള്ളൊരു ഗ്രഹം കേന്ദ്രസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് ക്രൈസിസ് തൊഴിലിടത്തുണ്ടെങ്കിലും ആ ക്രൈസിസ് തരണം ചെയ്യാൻ കഴിയും. ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ തൊഴിലിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ 9ാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വ എന്നുള്ളത് കൊണ്ട് 9ാം ഭാവാധിപൻ 10ൽ വരിക എന്ന് പറയുമ്പം ആ 9ൻ്റെ 2ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ അത് തൊഴിലിൽ നമ്മൾ കൂടുതൽ ഒരു പ്രാഗൽഭ്യമൊക്കെ തെളിയിക്കും. തൊഴിലിടത്തൊക്കെ നമ്മൾ കൂടുതൽ ഫേമസ് ആകാനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം, ചില ഭാഗ്യാനുഭവങ്ങൾ തൊഴിലിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭാഗ്യഭാവാധിപനാണ് കർമ്മസ്ഥാനത്ത്. അപ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, പോലീസ് ഫോഴ്സ്, ഫയർ ഫോഴ്സ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ ഗുണാനുഭവം ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ ഈ 10ലേക്കൊക്കെ ചൊവ്വ വരികയും അവിടെ നിന്നിട്ട് ആ ചൊവ്വ ജന്മരാശിയിൽ, അതായത് ചിങ്ങരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം ജന്മരാശിയിൽ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അല്പം ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും. നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ധൈര്യം, വീര്യമൊക്കെ ആ ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകും. പൊതുവേ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. യോഗകാരകനായിട്ടുള്ള ചൊവ്വ ആയതുകൊണ്ട് ഗുണാനുഭവം കൂടും. അപ്പം ഏത് കാര്യത്തിലായാലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു കഴിവ്, ധൈര്യം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ ചൊവ്വ പ്രത്യേകിച്ച് 4ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ 4ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ 4ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. 4ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് നിന്ന് 4ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ കുടുംബത്തിൽ ഇപ്പോൾ 4ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ചൊവ്വ അല്പം എടുത്തുചാട്ടത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. അല്പം തർക്ക സ്വഭാവത്തിൻ്റെ ഗ്രഹമാണ്. അഗ്രസീവ് എനർജി ഒക്കെ കൂടാവുന്ന ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കുടുംബ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അല്പം കെയർ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് കർമ്മസംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും ഗുണാനുഭവം ഉണ്ടെങ്കിലും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമുക്ക് വേണം. അതുപോലെ ചൊവ്വ 5ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4ൽ ചൊവ്വയുടെ ദൃഷ്ടി ഉള്ളതുപോലെ തന്നെ 4ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ വന്നാൽ തന്നെ അത് നിയന്ത്രിക്കുന്നതിനൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി 4ൽ വരുന്നതും ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ 5ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ മികവ് പുലർത്താനാകും. അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. പുതിയ പുതിയ ആശയങ്ങൾ, അതൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ വികസിപ്പിച്ച് അത് നമുക്ക് ആശയങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവൊക്കെ നമുക്കുണ്ടാകും. അപ്പം 9ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട്, അത് ഭാവത്തിൻ്റെ 2ലാണ് എന്നുള്ളത് കൊണ്ട് 9 ഇപ്പോൾ പിതാവിൽ നിന്നൊക്കെ ചില നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ അവസരങ്ങൾ, ഇപ്പോൾ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ നമുക്ക് കാണാം. അപ്പോൾ
വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ 10ാം ഭാവരാശിയിൽ ഈ ചൊവ്വ സഞ്ചരിക്കുന്നത് ജൂലൈ 4 വരെ ചൊവ്വ സഞ്ചരിക്കുന്നത് സൂര്യൻ്റെ നക്ഷത്രത്തിലാണ്. അത് കഴിഞ്ഞാൽ ജൂലൈ 23 വരെ ആ ചൊവ്വ ചന്ദ്രൻ്റെ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകയിരം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ചൊവ്വ രവിയുടെ കാർത്തിക നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് ഒരു ലീഡർഷിപ്പ് തലത്തിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതായത് നമ്മുടെ വർക്ക് മേഖലയിൽ തന്നെ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാനൊക്കെ ആ ചൊവ്വ സൂര്യൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി കഴിയും എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കമാൻഡിങ് പവർ ഉണ്ടാകും, ഉത്തരവാദിത്വം ഉണ്ടാകും, മറ്റുള്ളവരുടെ റെസ്പെക്റ്റൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അല്പം അഗ്രസീവ് എനർജിയൊക്കെ, കാരണം സൂര്യനും അതുപോലെ ചൊവ്വ രണ്ടും ആഗ്നേയ സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ്. അപ്പം നമ്മൾ അല്പം പിടിവാശി, കർക്കശമായ നിലപാടുകളൊക്കെ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ എടുക്കാനൊക്കെ സാധ്യതയുള്ള സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പം ചന്ദ്രൻ അല്പം സംയമനത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ പൊതുവെ അത് 12ാം ഭാവാധിപനൊക്കെയാണ്. അപ്പോൾ നമുക്ക് തൊഴിലിലൊക്കെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് സംബന്ധമായിട്ട് നമുക്ക് ദൂരെ എവിടെയെങ്കിലും തൊഴിലന്വേഷണം നടത്തുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ജൂലൈ 23 കഴിയുമ്പോൾ ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകയിര നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ തൊഴിലിടത്തൊക്കെ കൂടുതൽ ഒരു പവർ നമുക്ക് കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിടത്ത് നമുക്ക് പ്രൊമോഷന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടത്ത് കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ആ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ നമുക്കുണ്ടാകും. എങ്കിലും ചൊവ്വയുടെ നക്ഷത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അല്പം അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കർമ്മമണ്ഡലത്തിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരോടായാലും മേലുദ്യോഗസ്ഥരോടായാലും കഴിവതും നമ്മൾ അല്പം സംയമനമൊക്കെ അവരോടുള്ള അപ്രോച്ചിലൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ തൊഴിലിടത്തുണ്ടാക്കാൻ അത് പ്രേരകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് 3ഉം 8ഉം ഭാവാധിപനാണ്. ഒരു ഇഷ്ടഭാവാധിപത്യം എന്ന് പറയാൻ പറ്റില്ല. 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അവരുടെ 9ാം ഭാവരാശിയിലേക്കാണ് ജൂൺ 20 രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വാഗ്രഹം 9ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പം 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9ൽ വരിക എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അത് വഴിതെളിക്കും. ചിലപ്പോൾ ചിലർക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലും യാത്രകൾ ഈ സമയത്ത് വേണ്ടി വരും. ഇപ്പോൾ പിതാവിനോട്, ഇപ്പോൾ പ്രത്യേകിച്ച് 9ൽ 3ഉം 8ഉം ഭാവാധിപനാണ്, അഷ്ടമ ഭാവാധിപൻ 9ൽ വരിക എന്ന് പറയുമ്പം പിതാവിനോട്, അതുപോലെ തന്നെ ഗുരുക്കന്മാരോട്, അതുപോലെ നമ്മുടെ മെൻറ്റേഴ്സ് അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. അവരോട് വിനയത്തോടുള്ള ഒരു സമീപനമാണ് ആവശ്യം. അനാദരവ് അവരോട് കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകാം. അതൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചൊവ്വ 3ാം ഭാവാധിപനാണ്. ഇപ്പം 3ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 9 വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആകും, അതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത്, 3ാം ഭാവാധിപനും യാത്രയുടെ ഗ്രഹമാണ്, 9 എന്ന് പറയുന്നത് ദൂരയാത്രയുടെ സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് നിരവധി യാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ചൊവ്വ 3ാം ഭാവാധിപനായിട്ട് 9ൽ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്തൊക്കെ
എന്തെങ്കിലുമൊക്കെ നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. വിദേശ യാത്രകളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുജൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 9-ൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പിതാവിൻ്റെ പിതൃധനമൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ പിതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ആ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ 8-ാം ഭാവാധിപൻ 9-ലൊക്കെ വരുമ്പോൾ അധ്യാപകരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പിതാവുമായിട്ട് ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അല്പം അഗ്രസീവ് എനർജി കുറച്ച് വിനയത്തോടുള്ള ഒരു സമീപനം അവരുടെ ഭാഗത്തേക്ക് ഈ കൂറുകാർക്ക് ഉണ്ടാകണം. അതുപോലെ ചിലർക്ക് ചില അപ്രതീക്ഷിത മേഖലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അതുപോലെ ഈ റിസർച്ച് വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 8-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് അത് അങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സയൻറ്റിസ്റ്റിന്, അവർക്കൊക്കെ വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഗവേഷകർക്ക്, അതുപോലെ മറ്റു സയൻറ്റിസ്റ്റുകൾക്ക്, അതുപോലെ ഈ നമ്മുടെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന അവർക്ക്, അതുപോലെ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഷ്ടമഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഈ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് അവരുടെ മേഖലയിൽ അവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഈ ചൊവ്വയുടെ 9-ലെ സ്ഥിതി കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആത്മീയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ, വിദേശയാത്രകൾക്കൊക്കെ അതിനൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടിവരും. ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലർക്ക് ദൂരയാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പം 3-ാം ഭാവരാശിയിൽ നമുക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ 3-ാം ഭാവരാശിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ആ 3-ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. 15 നിൽക്കുന്ന ഗുരുവാണ് ആ 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പം ഗുരുവിൻ്റെ ദൃഷ്ടി 3-ലുണ്ട്. 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം എഫർട്ട് കൊണ്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. പ്രവർത്തന മേഖലയിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവേ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം നേതൃതലത്തിലേക്കൊക്കെ ഉയർത്തപ്പെടുന്നതിനൊക്കെ സാധ്യതയുള്ളതുണ്ട് അവരുടെ വർക്ക് മേഖലയിൽ. അതുപോലെ സഹോദരങ്ങൾക്ക് ചില ഭാഗ്യാനുഭവം ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമാണ്. കുജൻ 4-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം 4-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 4 എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനമാണ്. അത് 9 നിന്ന് അതിൻ്റെ അഷ്ടമസ്ഥാനമാണ് ഈ 4 എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തേക്ക് അഷ്ടമദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ഒരു സംഘർഷം, ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ, അല്ലെങ്കിൽ നമുക്ക് മാനസിക സമാധാനമൊക്കെ കുറയാവുന്ന ചില അവസ്ഥകളൊക്കെ ചിലപ്പം വരും. അതേസമയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, അത് പ്രോപ്പർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ മാതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലപ്പോൾ മാതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ ഈ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ധർമ്മചിന്ത കൂടുന്നതിനോ സ്പിരിച്വൽ പർസ്യൂട്ടിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ധാർമ്മികമായിട്ടും അതുപോലെ ആത്മീയമായിട്ടും നമ്മുടെ മനസ്സ് ശ്രദ്ധ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസിക ടെൻഷൻ കുറയ്ക്കാൻ അത് സഹായകമാകും. അപ്പം അതിനുള്ള ശ്രമമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാവുന്നത് നല്ലതാണ്.
എന്തെങ്കിലുമൊക്കെ ധർമ്മപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതിനൊക്കെ നല്ലതാണ്. അതുവഴി നമുക്ക് ചിലവ് കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ യാത്ര സംബന്ധമായിട്ടുള്ള ചിലവ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആതുര സേവനപരമായിട്ടുള്ള ചിലവ്, അല്ലെങ്കിൽ ആധ്യാത്മികവുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾക്ക് ചിലവ്, അങ്ങനെയൊക്കെയുള്ള ചിലവ് കൂടാൻ സാധ്യതയുണ്ട് ചൊവ്വ 12 ദൃഷ്ടി ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് ആ ചൊവ്വ സഞ്ചരിക്കുന്നത് 3 നക്ഷത്രങ്ങളിലൂടെയാണ്. അപ്പോൾ പൊതുവെ ആദ്യം ചൊവ്വ സഞ്ചരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിലാണ്. അത് ജൂലൈ 4 വരെയാണ്. കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ ചൊവ്വ സഞ്ചരിക്കുന്നത് നക്ഷത്രം നോക്കുമ്പോൾ രോഹിണി നക്ഷത്രത്തിലാണ്. അത് ജൂലൈ 23 വരെ. അത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. 23 കഴിയുമ്പോൾ ആ ചൊവ്വ സഞ്ചരിക്കുന്നത് ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകയിര നക്ഷത്രമാണ്. ഇപ്പോൾ ആഗസ്റ്റ് 2 വരെ ആ 9ാം ഭാവരാശിയിൽ ചൊവ്വ മകയിര നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ 12ാം ഭാവാധിപൻ, കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ്, 12ാം ഭാവാധിപനും കൂടിയാണ് ആ സൂര്യൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭാഗ്യസ്ഥാനത്ത് 12ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പിതാവ്, അതുപോലെ തന്നെ മെൻറ്റേഴ്സ്, അതുപോലെ അധ്യാപകർ, മുതിർന്നവർ, അവരുമായിട്ടൊക്കെ നമുക്ക് അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പം ഗുരുക്കന്മാരോടൊക്കെ ആദരവ് കൂട്ടേണ്ടുന്ന സമയമാണ്. അങ്ങനെയൊക്കെ കൂട്ടി അവരുടെയൊക്കെ ഗൈഡൻസ് നേടേണ്ടുന്ന സമയമാണ്. അപ്പോൾ അവരോട് നമ്മൾ വിദ്വേഷം ഉണ്ടാകുന്ന ഇൻ്ററാക്ഷനൊക്കെ നടത്തി അപ്പോൾ ഇൻ്ററാക്ഷനൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരു കെയർ വേണം. കഴിവതും അഗ്രസീവായിട്ടുള്ള ഒരു എനർജി കുറച്ച് വിനയത്തോടുള്ള ഒരു സമീപനം അവരോട് ഉണ്ടാകേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജൂലൈ 4 വരെ ആ ചൊവ്വാഗ്രഹം സൂര്യൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞാൽ ചൊവ്വ സഞ്ചരിക്കുന്നത് രോഹിണിയാണ്. ആ രോഹിണി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. പ്രത്യേകിച്ച് ഈ കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവാധിപനാണ്, നേട്ടത്തിൻ്റെ സ്ഥാനാധിപനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ ഈ പ്രത്യേകിച്ച് കർക്കശ നിലപാടുകൾ ചുരുക്കുന്നതിനും നമ്മുടെ ഈ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ സഹായകമാകും. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങൾ വഴിയോ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനൊക്കെ ആ ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രമായ ആ രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് വഴിതെളിക്കും. അതൊക്കെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ വിപുലമാക്കുന്നതിന് സഹായമാകും എന്ന് പറയാം. അതേസമയം ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 2 വരെയുള്ള സമയം ചൊവ്വയുടെ തന്നെ നക്ഷത്രമായ മകര നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് അത് 3ാം ഭാവാധിപനാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് ഗുണാനുഭവം ഉണ്ടാക്കും. 3ാം ഭാവാധിപൻ 9ൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. സ്പിരിച്വൽ തലത്തിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ നല്ല സ്പിരിച്വൽ ടെസ്റ്റുകളൊക്കെ വായിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അത് അനലൈസ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ നമ്മൾ ഈ ദൂരയാത്രകളിലൊക്കെ നമ്മളല്പം ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ നമ്മൾ ഈ ഗവേഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നതിൽ, അസ്ട്രോളജി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ എന്ന് പറയുന്നത് 2ഉം 7ഉം ഭാവാധിപനാണ്. ഇപ്പോൾ 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ 20 അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ചൊവ്വ ആഗസ്റ്റ് 2 വരെ 8ൽ സ്ഥിതി ഉണ്ടാവും. അപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ കുടുംബ കാര്യങ്ങളിലും നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുമൊക്കെ ഒരു കെയർ വേണം. അതേസമയം നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ 2ാം ഭാവാധിപൻ അഷ്ടമത്തിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള
ട്രാൻസാക്ഷനിലും ശ്രദ്ധിക്കണം, ദൂരയാത്രകളിലും ശ്രദ്ധിക്കണം, ഡ്രൈവിങ്ങിലുമൊക്കെ കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കലായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, എൻജിനീയറിങ് വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വ 7ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 8ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്പം സന്തോഷം കുറയാനിടയുണ്ട്. നമ്മൾ കഴിവതും നമ്മുടെ കാര്യങ്ങൾ നിഗൂഢമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സീക്രസി നിലനിർത്തി പോകുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം ഫാമിലി തലത്തിലും ദാമ്പത്യ ബന്ധത്തിലും അല്പ ടെൻഷൻ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം. അതേസമയം അതുപോലെ തന്നെ ചിലപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് അഷ്ടമത്തിൽ വരിക എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. പ്രത്യേകിച്ച് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകാം. അതേസമയം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഷ്ടമത്തിലെ ചൊവ്വ ഗുണാനുഭവം ഉണ്ടാകും. നമുക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞർ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, അക്കൗണ്ടിങ് ആഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ശാസ്ത്രജ്ഞർ, ഇവർക്കൊക്കെ ആ ചൊവ്വയുടെ 8ലെ സ്ഥിതി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അവർക്ക് തൊഴിലിൽ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രണയബന്ധത്തിലും വിവാഹ ആലോചനകളിലുമൊക്കെ ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവിടെ ഒരു കെയർ വേണം. അതേസമയം ചിലർക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പണമൊക്കെ മുടക്കുമ്പോൾ കഴിവതും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗെയിൻ കിട്ടുന്ന മേഖലയിൽ കാശ് മുടക്കുന്നതിന് അനുകൂല സമയമായി കാണുന്നില്ല. അതേസമയം ദീർഘകാലമായിട്ട് ഭാവിയിൽ നേട്ടം കിട്ടത്തക്ക പദ്ധതികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. അതുപോലെ നമ്മൾ ചൊവ്വ 11ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കൂട്ടായിട്ടുള്ള സംരംഭങ്ങളിൽ ഈ പണം മുടക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. നമ്മുടെ സുഹൃത്തുക്കൾ മുഖാന്തരം അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ മുഖാന്തരമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചില ആഗ്രഹങ്ങൾ നമുക്ക് നിവർത്തിക്കാനും ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചൊവ്വ 2ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ 2ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. 8ൽ നിന്നാണ് ആ ചൊവ്വ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പൊതുവെ നമ്മുടെ സംസാരത്തിൽ വളരെ ശ്രദ്ധ വേണം. ഈ വാക്സ്ഥാനത്ത് ആ ചൊവ്വയുടെ സ്ഥിതി വരികയാണ്. അതുപോലെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പണമൊക്കെ ചിലപ്പോൾ നമ്മുടെ കൈവശം വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട്. പൂർവികമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻസ് ചിലപ്പോൾ നമുക്ക് ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അതിങ്ങനെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യത ഉണ്ട്. അത് ചൊവ്വ 3ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ചൊവ്വ 3ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അഷ്ടമ രാശിയുടെ അഷ്ടമസ്ഥാനമാണ് ഈ 3 പറയുന്നത്. അപ്പം ഈ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടും എങ്കിൽ തന്നെയും നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഈ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അഡ്വർടൈസിങ് ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, എഴുത്തുകാർ, പബ്ലിഷേഴ്സ്, അത്തരം പ്രവർത്തകർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും എങ്കിലും അവരുടെ പ്രഭാഷണം, അവരുടെ എഴുത്ത് അല്ലെങ്കിൽ അവരുടെ മീഡിയ പ്രവർത്തനം അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വിവാദങ്ങളിലേക്കോ വിമർശനങ്ങളിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഒരു ജാഗ്രത വേണം. അതുപോലെ
ചില അപവാദങ്ങൾ ചിലപ്പോൾ ഈ സമയത്തൊക്കെ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും നമുക്കിപ്പോൾ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള രേഖകൾ, അതുപോലെ നമ്മുടെ നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പെനാലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സർക്കാരിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തുക ഒടുക്കേണ്ടി വരുന്ന സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അപ്പം ഇത്തരം നമുക്ക് നമ്മുടെ രേഖകളെല്ലാം കറക്റ്റായിട്ട് ഈ സമയത്ത് കൈവശം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പം പൊതുവേ നമുക്ക് ചൊവ്വ ഈ അഷ്ടമ രാശിയിൽ 3 നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കണമെന്ന് അറിയാം. അപ്പോൾ ആദ്യം ജൂലൈ 4 വരെ അത് സൂര്യൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ജൂലൈ 4-ന് ശേഷം 23 വരെ ആ ചൊവ്വ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം ചൊവ്വ മകയിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇപ്പം ചൊവ്വ ഈ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ 11ാം ഭാവാധിപനാണ് ആ സൂര്യൻ. കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യൻ 11ാം ഭാവാധിപനാണ്. അത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അത് നമ്മുടെ 8-ലൂടെയുള്ള കാർത്തിക നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ യാത്രകളിൽ, അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ ശ്രദ്ധ വേണം. നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇൻഷുറീസ് ഇവ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ചൊവ്വ രോഹിണിയിലൂടെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ജൂലൈ 4 മുതൽ 23 വരെയുള്ള സമയം, പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ കർമ്മഭാവാധിപനാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നമ്മുടെ സംയമനത്തിൻ്റെ ഒരു സമയം എന്ന് പറയാം. നമ്മുടെ പ്രകോപനമൊക്കെ ഒന്ന് കുറയാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് ബെനിഫിറ്റുകൾ, ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലും നേട്ടങ്ങൾ, ഇൻഷുറൻസ് വഴി എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ, അതൊക്കെ ചിലപ്പോൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെയാണ്. അത് കഴിഞ്ഞ് ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വ അഷ്ടമരാശിയിൽ മകയിര നക്ഷത്രത്തിലൂടെ പോകുമ്പോൾ പൊതുവെ നമ്മുടെ 8 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗവേഷണാത്മകമായ കാര്യങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും. നമുക്ക് ഒരു കാര്യം അപഗ്രഥന ശേഷി, നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റിയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ബെനിഫിറ്റുകൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ചൊവ്വ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ചൊവ്വയാണ്. അതുപോലെ 6ാം ഭാവാധിപനും ചൊവ്വയാണ്. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനാണ് ചൊവ്വ. ആ ചൊവ്വ 7ാം ഭാവരാശിയിലേക്കാണ് ജൂൺ 20-ന് രാശി മാറുന്നത്. ആഗസ്റ്റ് 2 വരെ ആ ചൊവ്വ 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് 7ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ വിവാഹം, ദാമ്പത്യ ബന്ധത്തിൻ്റെയൊക്കെ സ്ഥാനമാണ്. പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സിൻ്റെ സ്ഥാനമാണ്. പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, ബന്ധം, ഇതിൻ്റെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ 6ാം ഭാവാധിപനായ ചൊവ്വയും കൂടിയാണ് 7ലേക്ക് വരുന്നത്. അപ്പോൾ ആ 7ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അത് ലൈഫ് പാർട്ട്ണർഷിപ്പിലായാലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും അതുപോലെ പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡീലിങ്സിലായാലും നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നേഴ്സിനിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകും. 6ാം ഭാവം ശത്രുസ്ഥാനാധിപനും കൂടിയാണ് ചൊവ്വ. 7ലേക്ക് വരുമ്പോൾ പാർട്ട്നേഴ്സിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകും. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ചൊവ്വ 7ലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയോടായാലും മറ്റ് ബിസിനസ് പാർട്ട്നേഴ്സിനോടായാലും പൊതുജനങ്ങളോടായാലും നമ്മളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിന്
നമുക്ക് അഗ്രസീവായിട്ടുള്ള എനർജി കുറയ്ക്കേണ്ടുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ചൊവ്വ 6ാം ഭാവാധിപനാണ്. കഴിവതും നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ നമ്മുടെ ഭാഗത്ത് വരും. അപ്പോൾ അവിടെ നമ്മൾ അത് കഴിവതും ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ശത്രുത, തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഈ സമയത്ത് വേണം. അതുപോലെ തന്നെ 6ാം ഭാവാധിപൻ 7-ൽ വരുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചൊവ്വ ലഗ്നാധിപനും കൂടിയാണ്. ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയാണ് 7-ൽ വരുന്നത്. അപ്പം 7ാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് ഈ ഡോമിനൻസ് കൂടുന്ന സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് അല്പം ഡോമിനൻസൊക്കെ കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, തർക്കങ്ങളുണ്ടാകാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ വേണം. അതുപോലെ വിവാഹ ആലോചനകൾക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം ജന്മലഗ്നരാശാധിപന് 7 നിൽക്കുമ്പോൾ 6ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് 6ാം ഭാവാധിപനെ ചൊവ്വ 7-ൽ വരുമ്പോൾ ചിലപ്പോൾ മാതൃബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ സഡനായിട്ടൊരു വിവാഹ ആലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഗുരുവിനോടൊപ്പമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഗുരു ശുക്രനൊക്കെ ഭാഗ്യസ്ഥാനത്ത് യോഗം ചെയ്യുന്ന സമയം കൂടിയാണ്. ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അത് മെരിറ്റൽ റിലേഷൻഷിപ്പ് ആയാലും മറ്റേത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായാലും അതൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അത് സഹായകമാകും. ഇപ്പോൾ ജന്മരാശ്യാധിപനായ ചൊവ്വ 7-ൽ വരുന്ന സമയമായതുകൊണ്ട് കഴിവതും നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ, സൗഹൃദത്തിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ഒരു വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്, തർക്കത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ചൊവ്വ എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്തരം ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള സമീപനത്തിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനും കൂടിയാണ്. ശത്രുതാ മനോഭാവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളിയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഈ ചൊവ്വ 7-ലൊക്കെ വരുമ്പോൾ അവരുടെ സംശയം ചിലപ്പോൾ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകാം. അതെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ വഴിതെളിക്കാം. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ സ്വന്തം ബിസിനസ്സൊക്കെ വിപുലമാക്കുന്നതിന് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് ജന്മലഗ്ന രാശ്യാധിപൻ 7-ൽ വരുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സിലൊക്കെ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജ്ജസ്വലതയൊക്കെ നമുക്ക് ഉണ്ടാകും. ചൊവ്വാഗ്രഹം 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമ്മസ്ഥാനത്ത്. അത് പ്രത്യേകിച്ച് ബിസിനസ് തലത്തിലായാലും പ്രൊഫഷണൽ തലത്തിലായാലും ശ്രദ്ധ കൂടുന്നതിന് സഹായകമാണ്. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സഹായകമാണ്. അതേസമയം തൊഴിലിടത്തൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉത്തരവാദിത്തം കൂടുമ്പോൾ ചിലപ്പോൾ വർക്ക് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ടോ ഒക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനൊക്കെ അത് പ്രേരിപ്പിച്ചു എന്നൊക്കെ വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തർക്കങ്ങൾ ഒഴിവാക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് വേണം. അതുപോലെ നമ്മൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർമ്മനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവർ ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മരാശ്യാധിപനാണ് ചൊവ്വ. അപ്പോൾ നമുക്ക് കുറച്ച് ധൈര്യം, വീര്യം, ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് കൂടും. ജന്മരാശിയിൽ വേഴത്തിൻ്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ്. അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വേഴമാണ് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ്. നമ്മുടെ ടാലൻ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. കഴിവതും നമ്മൾ പ്രകോപനപരമായിട്ട് ജന്മരാശിയിലൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ അല്പം എടുത്തു ചാടി പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ ഒരു കെയർ കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അല്പം ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ആത്മനിയന്ത്രണമൊക്കെ നമുക്ക് വേണ്ടുന്ന സമയമാണ്. കുജൻ ധനസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ അത് ചിലർക്ക് ഈ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ 7-ൻ്റെ അഷ്ടമസ്ഥാനമാണ് ഈ 2 എന്ന് പറയുന്നത്. അവിടെയാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിനിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ 2-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 2 പറയുന്നത് പ്രത്യേകിച്ച് ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ചിലർക്ക് ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ ചൊവ്വയുടെ
7 നിൽക്കുന്ന ചൊവ്വയുടെ അഷ്ടമദൃഷ്ടി 2-ൽ വരിക വഴി ഉണ്ടാകാം. കുടുംബത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇപ്പം ധനസംബന്ധമായ വിഷയങ്ങളെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ ചർച്ചകൾ നടത്തി വാഗ്വാദങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക. അത് നമ്മൾ പ്രത്യേകിച്ച് 7-ാം ഭാവരാശിയിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ ചൊവ്വയുടെ തന്നെ നക്ഷത്രത്തിൽ കാർത്തിക, രോഹിണി, മകര നക്ഷത്രത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിലൂടെയൊക്കെ പോകുമ്പോൾ പൊതുവേ നമുക്ക് 10-ാം ഭാവാധിപനാണ്. തൊഴിൽപരമായിട്ടൊക്കെ ഗുണാനുഭവമൊക്കെ ഉണ്ടാകും. എങ്കിലും അല്പം ഈഗോ പ്രശ്നങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ തൊഴിലിടത്ത് തർക്കങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ റിലേഷൻഷിപ്പിലും ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതേസമയം രോഹിണി നക്ഷത്രത്തിലൂടെ ചൊവ്വ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭാഗ്യഭാവാധിപനാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ ഭാഗ്യഭാവാധിപനാണ്. അവിടെ ഗുരുവും ശുക്രനും ഒക്കെ ഇപ്പം നിൽക്കുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് ഒരു സംയമനത്തിന്, നമ്മുടെ അഗ്രസീവ് എനർജി കുറയ്ക്കാനൊക്കെ സഹായകമാണ്. ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. ഷോപ്പിങ്ങിന്, പുതിയ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ അത് സഹായകമാകും. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ജൂലൈ 23 മുതൽ ഉള്ള ആഗസ്റ്റ് 2 വരെയുള്ള സമയത്ത് ചൊവ്വയുടെ നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയമാണ്. അത് 7-ാം ഭാവത്തിൽ ഉള്ള നക്ഷത്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പൊതുജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. കഴിവതും നമ്മൾ മറ്റുള്ളവരോടുള്ള ഈ അസൂയ, അതുപോലെ ശത്രുത മനോഭാവം, ഇതൊക്കെ ഒഴിവാക്കി പോകുന്നത് ഗുണം ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.